Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Evaluate integral 0 to 2, integral 0 to root of 4 minus x square, y into x square plus y square dy dx using polar coordinates. അപ്പോൾ പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? x is equal to r cos theta, പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് x is equal to r cos theta, y is equal to r sin theta, x square plus y square is equal to r square, dA is equal to r dr dt. dA എന്ന് പറഞ്ഞാൽ dx dy ആവും, dy dx ആവും. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തില് y യുടെ ലോവർ ലിമിറ്റ് 0 ആണ്. y യുടെ അപ്പർ ലിമിറ്റ് എന്താണ്? റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? y സ്ക്വയർ is equal to 4 minus x square. That implies x square plus y square is equal to 4. x square plus y square equal to 4. ഇനി അതുപോലെ x ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. x ന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 2 ആണ്. x ന്റെ അപ്പർ ലിമിറ്റ് 2. ഇതൊക്കെ വെച്ച് നമ്മൾ ഒരു ഫിഗർ വരയ്ക്കാം. x x dash y y dash. y equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? y equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ്. ഇവിടെ x square plus y square equal to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ ആണ്. സർക്കിൾ. ഇത് x square plus y square is equal to 4 എന്ന സർക്കിൾ. അപ്പോൾ റേഡിയസ് 4 ആണ്. സെന്റർ 0 0. x is equal to 0. x is equal to 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പോയിന്റ് 0 0. x is equal to 2. ഇവിടെ 2 ഇവിടെ എടുക്കുകയാണെങ്കിൽ പാരലൽ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മുടെ റീജിയൻ ഇവിടെ നമ്മൾ റീജിയൻ എന്ന് നോക്കി. ഇതാണ് കാരണം x ക്ക് 0 മുതൽ 2 വരെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇവിടെ r വേരീസ് ഫ്രം 0 to 2 ആണെങ്കിൽ തീറ്റ r വേരീസ് ഫ്രം 0 to 2 ആണെങ്കിൽ തീറ്റ വേരീസ് ഫ്രം 0 to pi by 2. 0 to pi. അത് നോട്ട് ചെയ്യാം. ഇവിടെ തീറ്റ വേരീസ് ഫ്രം 0 to pi by 2. ഇത് നമുക്ക് ഇതിലെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഡബിൾ ഇന്റഗ്രൽ y ക്ക് പകരം എന്ത് കൊടുക്കണം? r sin തീറ്റ. x സ്ക്വയർ പ്ലസ് x ന് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ത് കൊടുക്കാം? r സ്ക്വയർ. dy dx ന് എന്ത് കൊടുക്കാം? r dr d തീറ്റ. ഈ r ന്റെ ലിമിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ. r ന്റെ ലിമിറ്റ് 0 to 2. കാരണം എന്താണ്? x square plus y square equal to 4 ആവുമ്പോൾ സെന്റർ 0 0, റേഡിയസ് 2. r varies from 0 to 2. 0 to 2. അതുപോലെ തീറ്റ varies from തീറ്റ എന്നുള്ളത് ഇവിടെ x equal to 0 to 2 ആവുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ റീജിയൻ. ഇതാണ് നമ്മുടെ ഒരു പോർഷൻ. അപ്പൊ അവിടെ നമ്മൾ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് pi by 2 ആണ് എടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് pi by 2. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ തീറ്റ വേരീസ് ഫ്രം 0 to pi. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അപ്പൊ ലിമിറ്റ് കിട്ടി, നമ്മളെല്ലാം r ന് തീറ്റയിലേക്ക് കൺവെർട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രൽ 0 to pi by 2, ഇന്റഗ്രൽ 0 to 2, ഇവിടെ r into r square r raised to 4 വരും. r raised to 4 sin theta dr d theta. കണ്ടോ? ഇവിടെ r square into r cube into r raised to 4 sin theta d theta. ഇനി നമ്മൾ ആദ്യം r വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 0 to pi by 2, then r വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? sin theta നമുക്ക് പുറത്തെടുക്കാം. sin theta into r raised to 5 by 5, 0 to 2 d theta. That is equal to 0 to pi by 2. ഇവിടെ 5 നമുക്ക് പുറത്തേക്ക് എഴുതാം. 1 by 5, 0 to pi by 2, sin theta into r ന് കൊടുക്കും 2 raised to 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 raised to 5 32. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 32 by 5 എന്ന് കിട്ടിയത് 32 by 5. ഇനി നമ്മൾ അതിനെ sin തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos തീറ്റ. sin തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos തീറ്റ കിട്ടും. 0 to pi by 2. That is minus 32 by 5. ലോവർ ലിമിറ്റ്. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. cos pi by 2 എത്രയാണ്? cos pi by 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. cos 0 എത്രയാണ്? 1 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 32 by 5. The final answer will be
32/5 എന്നാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തത് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതി എന്താണ്? എക്സ് എന്നുള്ളത് ആർ കോസ് തീറ്റ എന്ന് കൊടുക്കണം, y എന്നുള്ളത് ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കണം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ കൊടുക്കണം, ഡി എ എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പതിപ്പിച്ച് വെക്കണം. എക്സ് ആർ കോസ് തീറ്റ, y ആർ സൈൻ തീറ്റ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ, ഡി എ എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ. ഡി വൈ ബൈ ഡി എക്സിനെയോ ഡി എക്സ് ഡി വൈനെയോ ആണ് ഡി എ എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ നിന്ന് വൈയുടെ ലോവർ ലിമിറ്റ് 0, വൈയുടെ അപ്പർ ലിമിറ്റ് √4 - x². അത് നമ്മൾ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യുമ്പോൾ y² = 4 - x². അപ്പൊ x² + y² = 4. ഒരു സർക്കിൾ കിട്ടി. സെന്റർ 0 0 റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് കിട്ടിയത്. ആ സർക്കിൾ നമ്മൾ വരച്ചു. ഇവിടെ x 0 to x 0 മുതൽ 2 വരെയാണ്. അപ്പൊ x 0 മുതൽ 2 വരെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കോമൺ റീജിയൻ എന്നുള്ളത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ വരുള്ളൂ. കാരണം x 0-ൽ നിന്ന് 2 വരെയുള്ളൂ. അത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ y = 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ x ആക്സിസ് കൺസിഡർ ചെയ്യണം. അതുപോലെ സർക്കിൾ കൺസിഡർ ചെയ്യും. ഈ സർക്കിളിന്റെ ഈ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 6 വേരിയസ് ഫ്രം 0 to 2. കാരണം x² + y² = 4 ആകുമ്പോൾ റേഡിയസ് 0-ൽ നിന്ന് 2-ലോട്ടാണ് വേരി ചെയ്യുന്നത്. അപ്പൊ 6 വേരിയസ് ഫ്രം 0 to 2. അപ്പൊ തീറ്റ വേരിയസ് ഫ്രം വെരി ഇമ്പോർട്ടന്റ് ആണ് 0 to π/2. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. 0 to ഇവിടെ വരെ വരുമ്പോൾ π/2. അപ്പൊ തീറ്റയുടെ വാല്യൂ 0 to π/2. ഇനി നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം y-ക്ക് പകരം r sin തീറ്റ കൊടുത്തു, x² + y² r² കൊടുത്തു, dy dx ന് പകരം r dr d തീറ്റ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r × r² × r r⁴ sin തീറ്റ dr d തീറ്റ എന്ന് വരും. ഈ sin തീറ്റ × r⁴ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁵/5 വരും. ആ 1/5 നമ്മൾ പുറത്തേക്ക് എടുത്തു. r 2 കൊടുക്കുമ്പോൾ 2⁵ വരും, 32 വരും. അപ്പൊ sin തീറ്റ × 32 d തീറ്റ, അപ്പൊ 32/5 വരും. sin തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -cos തീറ്റ വരും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π/2. അപ്പൊ -32/5 മൈനസ് പുറത്തേക്ക് ഇട്ടു. ഇനി cos π/2 എന്ന് പറഞ്ഞാൽ 0 ആണ്, cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ -32/5 × -1 32/5 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഡിസംബർ 2023 നമ്മളോട് ചോദിച്ചാണ് കേട്ടോ എഴുതിയെടുത്തത്.